നമസ്കാരം, ഞാൻ ഡോക്ടർ രാകേഷ് കുമാർ ഝാ പയ്യോളി. ഒരു കൃമി, നമ്മൾ നാടൻ ഭാഷയിൽ പറയുക കൃമി വരനെ പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നാഷണൽ ഡീവോമിംഗ് ഡേ മീൻസ് എങ്ങനെയാണ് കുട്ടികൾക്ക് ഇത് ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയോ ഇതായിരിക്കും നിങ്ങൾ അതിശയായി വരും. എന്താ വെച്ചാൽ 4 ഒരു കുട്ടിക്കാണ് ഈ കൃമി ഈ വര അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതിനെ ഒരു വലിയ സീരിയസ് ആക്കി എടുക്കാറില്ല, ആരും എടുക്കാറില്ല. പിന്നെ ഇതിനായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഇത് എന്താണ്, എങ്ങനെയാണ് ഈ സംഭവം കുട്ടികൾക്കൊന്ന് ബാധിക്കുന്നുണ്ട്. ഒന്ന്, ഇതിനെ കൈ വാഷ് ചെയ്യാത്ത, ശരിക്കും കൈ മര്യാദയ്ക്ക് കഴിയാത്ത കാരണം ഇത് ഇൻഫെക്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ എന്താ വെച്ചാൽ നമുക്ക് കൈന് വൃത്തിയാവാത്ത, മീൻ നഖമൊക്കെ ഉണ്ടല്ലോ, നഖമിൻ്റെ ഉള്ളിൽ മണ്ണൊക്കെ ആയാലും ചെളിയൊക്കെ ആയാലും അങ്ങനെ ആകുമ്പോൾ ആ വഴിയാണ് ഈ കൃമി ശരീരത്തിൽ എങ്ങനെ പോകുന്നുണ്ട്. ഈവൻ പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ അതൊക്കെ ഒന്ന് ശരിക്കും വാഷ് ചെയ്യാത്ത കഴിച്ചാൽ ആ രീതിക്കാണ് ഈ കൃമികൾ നമ്മൾ ശരീരത്തിന് ഇങ്ങനെ പോകുന്നുണ്ട്, കുട്ടികൾക്ക് ബാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ചപ്പലൊന്നും ഇടാണ്ട് നടക്കുമ്പോൾ അങ്ങനെ കണ്ടീഷനിൽ നമുക്ക് ഈ മണ്ണ് വഴി ചെളി വഴി കുട്ടീൻ്റെ ശരീരത്തിൽ ഇത് കയറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വഴിയാണ് കൃമി ശരീരത്തിന് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും, എന്തൊക്കെ ലക്ഷണം ഉണ്ടാവും? സാധാരണക്കാർക്ക് ഇത് പെട്ടെന്ന് തിരിയില്ലല്ലോ. അപ്പോൾ ഇതിന് കോമൺ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഒരു വയറ് വീർപ്പുണ്ടാവും. നിങ്ങൾ കാണാം, വയർ കുറച്ച് ചാടി നിൽക്കും, അത് കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ വയർ വേദന ഉണ്ടാവും, പിന്നെ ഛർദ്ദിക്കാൻ വരും, പിന്നെ വയറ്റിന് പോവില്ല ശരിക്ക്, ആ പോകുമ്പോൾ വിഷമമുണ്ടാവും. വയർ വേദനൻ്റെ കൂടെ എന്താ വെച്ചാൽ ചില സമയത്ത് അവർക്ക് ചില ആൾക്കാർക്ക് ഇത് ഛർദ്ദിക്കാൻ ഉണ്ടാവും. ഇതൊക്കെ കണ്ടീഷനുകൾ നമുക്ക് ശരിക്കും കാണാം. ഈ ഡീവോമിങ് മീൻസ് വേമിങ്ങിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം നമുക്കൊന്ന് കാണുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ശരിക്കും ഇത് ഡീവോമിങ് ചെയ്യേണ്ടത് ഇത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ചില സാധനങ്ങൾ നമുക്ക് തന്നെ ഒന്ന് സെറ്റാക്കാൻ പറ്റും. എന്താ വെച്ചാൽ നമുക്ക് കൈ വാഷ് ചെയ്യുക, ബാത്റൂം പോകുന്ന ശേഷം, പിന്നെ ഭക്ഷണം കഴിക്കുന്ന മുന്നേ നല്ലോണം സോപ്പ് വെച്ചിട്ട് നഖം നല്ലോണം കഴുകിയിട്ട് അത് ശരിക്കും ഹാബിറ്റാക്കി മാറ്റണം. അതിനെ വെച്ചിട്ട് കൈ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ നല്ല മീൻസ് എപ്പോൾ ബാത്റൂം പോയാൽ പുറത്ത് പോയാൽ അകത്ത് പിന്നെ വീട്ടിലേക്ക് വന്നാൽ കാലൊക്കെ നല്ലോണം വാഷ് ചെയ്യുക. പിന്നെ നഖമൊക്കെ ശരിക്കും റെഗുലർ കട്ട് ചെയ്യണം. ഈ നഖമൊക്കെ വഴിയാണ് നമുക്ക് ശരിക്കും ശരീരത്തിൽ കയറുന്നുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യണം. പിന്നെ മെയിൻ ശ്രദ്ധിക്കുക വെച്ചാൽ ചപ്പലിടാണ്ട് പുറത്ത് മണ്ണ് ചളിയിൽ പോകണ്ട, അതുവഴിയാണ് കൃമി നമ്മുടെ ശരീരത്തിൽ കയറുന്നുണ്ട്. അപ്പോൾ അതേ കൂടി നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ മെയിനാണ് ഹൈജീൻ, വൃത്തി, എങ്ങനെയാണ് നമ്മൾ ക്ലീൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത്രയും നമുക്ക് ഈ മീൻസ് എന്ന് വെച്ചാൽ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ WHO പ്രകാരം എല്ലാ 6 മാസം കൂടുമ്പോൾ കുട്ടികൾക്ക് ഈ കൃമിൻ്റെ മെഡിസിൻ കൊടുക്കണം. പിന്നെ നാട്ടിലിങ്ങനെ പൊതുവെ ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ഇത് കൃമിൻ്റെ മെഡിസിൻ കഴിച്ചാൽ വയറിളക്കം ഉണ്ടാവും, അങ്ങനെയൊന്നുമില്ല. കൃമി ഉണ്ടെങ്കിൽ അത് പോവും, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയുന്ന ഇത് അറിഞ്ഞത് അതിശയം വരും. എന്താ വെച്ചാൽ ഒരു കൃമി ശരീരത്തിലായാൽ നമ്മൾ രക്തം, നമ്മൾ പോഷകാഹാരം എന്ന് വെച്ചാൽ അവർ മീൻസ് കഴിക്കും. അപ്പം നമ്മൾ ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ കുറയും, ഞങ്ങൾക്ക് രക്തം കുറയും, കുട്ടികൾക്ക് വളർച്ച ഉണ്ടാവില്ല, മാനസിക ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ശാരീരിക ഗ്രോത്ത് ഉണ്ടാവില്ല, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് തിരിയില്ല എന്താ സംഭവം. അതിനാകെ ഒരു ക്രിമിൻ്റെ മെഡിസിൻ കഴിച്ചാൽ എല്ലാ പ്രോബ്ലം സോൾവ് ആവാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് ശ്രദ്ധ ഇല്ലാതായി പോകും. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് പല ഇതിനായിട്ടുള്ള സ്കീമുണ്ട്. സ്കൂളിലെ കുട്ടികൾക്ക് നിങ്ങൾക്കറിയാം, സ്കൂളിലെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഇതിനായിട്ട് ഗുളിക കൊടുക്കാറുണ്ട്, ഹെൽത്ത് സെൻറ്ററിലേക്ക് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്നത് ഈ കുട്ടികൾക്ക് മാത്രമാണ് ഈ പ്രശ്നം, അതെയല്ല, വലിയ ആൾക്കാർക്ക് കൂടി കൃമി ആവാം. ഇതിൽ 3-4 ടൈപ്പുള്ള കൃമികളുണ്ട്. ഹുക്ക് വേം, പിൻ വേം, റൗണ്ട് വേം, ത്രെഡ് വേം, പലയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വേംസൊക്കെ ഇത് വേം നമ്മളെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ ഭയങ്കര പ്രയാസം. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് മെഡിസിൻ കഴിക്കണം. പിന്നെ ചില സമയത്ത് ഒരു മെഡിസിൻ മതിയാവില്ല. മീൻസ് ഇന്ന് ഗുളിക കഴിച്ചാൽ നിങ്ങൾക്ക് അറിയാം അടുത്ത ആഴ്ച ഒന്നുകൂടി എന്താക്കണോ ഈ ഗുളിക കഴിക്കണം. ഈ അൽബെൻഡാസോൾ പറഞ്ഞ ഗുളിക ഇതിൽ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ ചില വേംസൊക്കെ അൽബെൻഡാസോൾ മാത്രം മതിയാവില്ല. അപ്പോൾ ഇതിന് കൂടി ഐവർമെക്റ്റിൻ ചേർത്തിട്ടുള്ള ഗുളികകൾ കൂടി കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കൊടുത്തു പിന്നെ ഒരാഴ്ചയൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് എല്ലാവരും മനസ്സിലാക്കണം, ഈ ഡീവോമിങ് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. നമ്മളുടെ ഒരു മീൻസ് ഇതിനായിട്ടുള്ള ഒരു കുറച്ചുകൂടി നമുക്ക് ഐഡിയ വേണം. ഈ 6 മാസം കൂടുമ്പോൾ മെഡിസിൻ കൊടുക്കണം, കൊടുത്താലും മതി. അത്രയാകുമ്പോൾ തന്നെ നമുക്ക് കുട്ടികൾക്ക് രക്ഷിക്കാൻ പറ്റും. കൂടാതെ വലിയ ആൾക്കാർ കൂടി കഴിച്ചാൽ നല്ലതാണ്. പൊതുവെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് ഒരേ ദിവസം കഴിച്ചാലും നല്ലതാണ്, അതാണ് ശരി.
പിന്നെ ഇതിനായിട്ടുള്ള നമ്മളെല്ലാവരും ഇതിന് ശരിക്കും അങ്ങോട്ടും സംസാരിക്കുക, ചർച്ച ചെയ്യുക. അപ്പോൾ സിമ്പിൾ സാധനം കൊണ്ട് നമുക്ക് എന്താ കുട്ടികൾക്ക് ഒരു ഹെൽത്തി ആക്കാൻ പറ്റും. ബ്ലഡിന് പ്രശ്നം ഉണ്ടാവില്ല, ഹെൽത്തി ആയിട്ട് മാനസിക ശാരീരിക എല്ലാമായിട്ട് ഹെൽത്തി ആക്കി നിൽക്കാൻ പറ്റും. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ താഴെ തരുന്ന ഈ നമ്പർ ഉണ്ടാവും. ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ 24 hours അവൈലബിൾ ആണ്. എപ്പോൾ വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനായിട്ട് ഉത്തരം തരാം. ഇനി കുറേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. തൽക്കാലം താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.